ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, നാരായണീയത്തിലെ 17-ാം ദശകം ധ്രുവചരിതത്തെക്കുറിച്ചാണ്. അതിലെ 1-ാം ശ്ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഉത്ഥാനപാദ നൃപതേർ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാം അഭീഷ്ട അന്യാസുനീതിരിതി ഭർതൃരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. മനുനന്ദനസ്യ ഉത്ഥാനപാദ നൃപതേഹേ ജായാ സുരുചി നിതരാം അഭീഷ്ടാ ബഭൂവ സുനീതി ഇതി അന്യാ ഭർത്തുഃ അനാദൃത അഗതിഃ സ നിത്യം ത്വാമേവ ശരണം ഗതാ അഭൂത്. ദക്ഷയാഗ കഥ സംഗ്രഹിച്ചു കഴിഞ്ഞ് മഹാഭാഗവതനായ ധ്രുവന്റെ മംഗളചരിതം പറയാൻ തുടങ്ങിയാണ്. സ്വയംഭുവ മനുവിന്റെ പുത്രനാണ് ഉത്ഥാനപാദ മഹാരാജാവ്. ആ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുനീതിയും സുരുചിയും. ഇവരിൽ സുനീതി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവളാണ്. എന്നാൽ സുരുചി രാജാവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യുന്ന ഭാര്യയാണ്. അതിനാൽ മഹാരാജാവിന് സുരുചിയോടാണ് വളരെ പ്രിയം. അതങ്ങനെയാണല്ലോ, ചില പുരുഷന്മാർക്ക് ആള് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന ഭാര്യയോടാണ് ഇഷ്ടം. ധർമ്മവും നീതിയും ഒന്നും അവിടെ നോട്ടമില്ല. അങ്ങനെ സുരുചിയെ ഇഷ്ടപ്പെടുകയും ധർമ്മിഷ്ഠിയായ സുനീതിയെ ഇഷ്ടമല്ലാതാവുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. എല്ലാ ഭാര്യമാരും ഭർത്താവിൻ്റെ ഒരു പ്രീതി ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ സുനീതിക്ക് അത് നഷ്ടപ്പെട്ടതുകൊണ്ട് അഗതിയായ അവൾ ഭഗവാനെ ശരണം പ്രാപിച്ചു. നിത്യവും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി. ഉത്ഥാനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസ് സുനീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. ഇന്ന് 17-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. അംഗേപിതു സുരുചീപുത്രകമുത്തമന്തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതോതിരോക്ഷ്യൻ ആജിക്ഷിബേ കില ശിശുസുതരാം സുരുച്യാ ദുസ്സന്ത്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. പിതുഃ അംഗേ തം ഉത്തമം ദൃഷ്ട്വാ. പിതാവിൻ്റെ മടിയിൽ ഉത്തമൻ ഇരിക്കുന്നത് കണ്ടിട്ട് സുനീതിസുതഃ ധ്രുവഃ കില അതിരോക്ഷ്യന് ശിശുഃ സുരുച്യ സുതരാം ആജിക്ഷിബേ കില. സുനിധിയുടെ പുത്രനായ ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങുന്നവനായി ഉള്ള സമയത്ത് സുരുചി ആജിക്ഷിബേ
അധിക്ഷേപിക്കപ്പെട്ടു, അപേക്ഷിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു. ഭവത് വിമുഖൈഹി അസൂയ ദുസ്സന്ധ്യജ ഖലു. അങ്ങയിൽ വിമുഖരായവർക്ക്, ഭഗവാനിൽ പ്രീതിയില്ലാത്തവർക്ക് അസൂയ, അന്യരുടെ ഉത്കർഷത്തിൽ അസൂയ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതായത് ഉത്താനപാദ മഹാരാജാവിന് സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനുണ്ടായി. സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും ഉണ്ടായി. സുരുചിയോട് വളരെ താല്പര്യമുള്ള മഹാരാജാവിന് അവളുടെ പുത്രനായ ഉത്തമനോടും വളരെയധികം താല്പര്യമാണ്. രാജാവ് അവനെയാണ് കൂടുതലും ലാളിച്ചിരുന്നത്. ഒരിക്കൽ ഉത്തമൻ രാജാവിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ട് ധ്രുവനും അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന് തോന്നി. അത് സ്വാഭാവികമാണ് അല്ലേ? രണ്ടു മക്കളും ഒരുപോലെ തന്നെയല്ലേ ഒരച്ഛന്. പക്ഷെ ഈ അച്ഛൻ എന്താ ചെയ്തെന്ന് നോക്കൂ. ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഇത് കണ്ട സുരുചി ധ്രുവനെ അധിക്ഷേപിച്ചു. എടാ, നിനക്കുള്ളതല്ല ഈ അച്ഛൻ്റെ മടി, അത് എൻ്റെ മകനായ ഉത്തമനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ വളരെയധികം അധിക്ഷേപിച്ചു. ഇത് കേട്ട് അച്ഛൻ ഒരക്ഷരം മിണ്ടാതെ അതും കേട്ടിരുന്നു. അത് ശരിയാണോ? നിന്തിരുവടിയിൽ വിമുഖരായവർക്ക് അന്യരുടെ ഉത്കർഷത്തിലുള്ള അസഹിഷ്ണുതയും അസൂയയും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. സുരുചിക്ക് സുനീതിയോട് ശരിക്കും പറഞ്ഞ ശത്രുതയാണ്. അവള് വളരെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഉത്തമയായൊരു ഭാര്യ ആണ് സുനീതി. പക്ഷെ സുരുചിക്ക് അവളോട് ദേഷ്യമാണ്, അവളുടെ മകനോടും ദേഷ്യമാണ്. രാജാവ് തനിക്ക് മാത്രമുള്ളതാണ്, തൻ്റെ മകന് മാത്രമുള്ളതാണ് എന്നാണ് സുരുചിയുടെ ഒരു വാദം. എല്ലാ മക്കളോടും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതാണ് അച്ഛനമ്മമാർ എന്ന് നമുക്കിതിൽ നിന്നും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. അംഗേപിതു സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവക്കില സുനീതിസുതോതിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശു സുതരാം സുരുച്യ ദുസ്സന്ധ്യജാ ഖലു ഭവത് വിമുഖൈരസൂയ. 17-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തിനിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ഇവിടെ ഉത്താനപാദ മഹാരാജാവ് ഭഗവാന്റെ ഒരു പ്രേരണ കൊണ്ട് ആണ് ധ്രുവൻ മടിയിൽ കയറിയപ്പോഴും സുരുചി തൻ്റെ ഭാര്യ അധിക്ഷേപിച്ചപ്പോഴും ഒന്നും മിണ്ടാതിരുന്നത് എന്നാണ് പറയുന്നത്. ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി ദുരുക്തിനിഹതഃ സഹ. അങ്ങനെ അധിക്ഷേപിക്കപ്പെട്ട ധ്രുവൻ നിജാംബാം ഗതഃ, അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. സാ അബി, അവളെന്ത് ചെയ്തു? ശിശവേ, കുട്ടിയോട് സ്വകർമ്മഗതി സന്തരണായ, സ്വകർമ്മഗതിയുടെ സന്തരണത്തിന് പുംസാം ത്വത്പാദമേവ ശരണം ഇതി ശശംസ.
സ്വകർമ്മഗതിയുടെ സന്തരണത്തിന് മനുഷ്യർക്ക് നിന്തിരുവടിയുടെ പാദം തന്നെയാണ് ശരണം എന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുത്തു. തൻ്റെ പുത്രനായ ധ്രുവനെ സുരുചി കഠിനമായി അധിക്ഷേപിച്ചത് കേട്ടിട്ടും ഉത്താനപാദനൊന്നും പറഞ്ഞില്ല. രണ്ടാനമ്മ ശകാരിക്കുന്നതും അത് കേട്ട് അച്ഛൻ നിർവികാരനായി ഇരിക്കുന്നതും കണ്ട് ദുഃഖിതനായ ധ്രുവൻ അമ്മയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു. ഭർത്താവിനാൽ അനാദൃതയായി ഭഗവാനല്ലാതെ മറ്റാശ്രയമില്ലാതെ കഴിയുന്ന സുനീതി മകനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഇതൊന്നും ആരുടെയും കുറ്റമല്ല മോനെ, അവരവരുടെ കർമ്മഫലമാണ്. ഓരോരുത്തരും അനുഭവിക്കുന്നത് ആ കർമ്മഫലങ്ങളെ അനുകൂലമായി മാറ്റാൻ ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് നീ ഭഗവാനെ ശരണം പ്രാപിക്കുക, അങ്ങനെ തൻ്റെ കർമ്മഗതിയെ തോൽപ്പിക്കുക എന്ന്. മനുഷ്യന് ജീവിച്ചിരിക്കാൻ തന്നെ പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അതിൽ ചിലതെങ്കിലും മനഃപൂർവ്വമല്ലാതെയാണെങ്കിലും അന്യജീവികൾക്ക് ദോഷകരമായി തീരാം. കാമ ക്രോധാദികൾക്ക് കീഴ്പ്പെട്ട് ബോധപൂർവം ചെയ്യുന്ന കർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ വേറെ. എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനിവാര്യമാകയാൽ എല്ലാ ജീവികൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വരും, അല്ലേ? സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ അനുസ്യൂതമായി തുടരുന്ന സംസാര ജീവിതത്തിൽ നിന്ന് മോചനം നേടലാണ് കർമ്മഗതി സന്തരണം. അതിനുള്ള ലളിതമായ മാർഗം എന്താണ്? പൂർണ്ണമായ ശരണാഗതി, ഭഗവാനിൽ അഭയം തേടുക. അതാണ് സുനീതി ഈ കൊച്ചുകുട്ടിയെ ഉപദേശിച്ചത്. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതസ്സഗതോ നിജാംബാം സാപി സ്വകർമ്മ സഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസ. ഇന്ന് 17ാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാക്കില പഞ്ചവർഷഃ സന്തൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. പഞ്ചവർഷക്കില മാനി, 5 വയസ്സ് മാത്രമേ ഉള്ളൂ ധ്രുവന്, എങ്കിലും അഭിമാനിയാണ്. സഹ അഭി ആകർണ്യ, അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഭവദർച്ചന നിശ്ചിതാത്മാ, നിന്തിരുവടിയെ അർച്ചിക്കുന്നതിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നഗരാത് ബഹിഹി നഗരാത് നിരേത്യ, നഗരത്തിൽ നിന്ന് നിർഗമിച്ചിട്ട് കാട്ടിൽ പോയിട്ട് സന്തൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, അവിടെ നാരദനാൽ അറിയിക്കപ്പെട്ട മന്ത്രമാർഗത്തോടു കൂടിയവനായി മധുകാനനാന്തേ തപസ ത്വാം ആരാധ, മധുവനത്തിൽ അങ്ങയെ ആരാധിച്ചു. രണ്ടാനമ്മയായ സുരുചിയുടെ ക്രൂരമായ പെരുമാറ്റവും പിതാവിൻ്റെ മൗനവും ബാലനായ ധ്രുവനെ വേദനിപ്പിച്ചു. അമ്മ അവന് നൽകിയ ഉപദേശം നടപ്പിലാക്കാൻ തന്നെ അവൻ
ദൃഢനിശ്ചയം ചെയ്തു. 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും ക്ഷത്രിയ സഹജമായ അഭിമാനം അവനെ അതിന് പ്രേരിപ്പിച്ചു. സ്വകർമ്മഗതി സന്തരണം നേടുന്നതിനായി, അതായത് കർമ്മഗതിയെ തരണം ചെയ്യുന്നതിനായി അമ്മയുടെ അനുവാദത്തോടുകൂടി നഗരത്തിൽ നിന്നും പുറപ്പെട്ടു. എങ്ങോട്ട് പോകണമെന്നോ ഭഗവാനെ എങ്ങനെ ആരാധിക്കണമെന്നോ ഈ 5 വയസ്സുകാരന് ഒരു രൂപമില്ലായിരുന്നു. ഭഗവാനെ ആരാധിക്കണം എന്ന ദൃഢനിശ്ചയം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ അങ്ങനെ ധ്രുവൻ കാട്ടിലേക്ക് നടന്നു. വഴിയിൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. അതും അങ്ങയുടെ പ്രേരണ കൊണ്ടാവാം. അദ്ദേഹം അവന് ഭഗവത് ആരാധനയ്ക്കുള്ള മന്ത്രവും മാർഗവും ഉപദേശിച്ചു കൊടുത്തു. യമുനാ നദിയുടെ തീരത്തുള്ള മധുവനത്തിൽ പോയി ഹരിയെ ഭജിക്കാനാണ് മഹർഷി അവന് ഉപദേശം നൽകിയത്. എങ്ങനെ ഭജിക്കണമെന്നും പറഞ്ഞു കൊടുത്തു. കുളി, ആസനം, ധ്യാനം തുടങ്ങിയവയ്ക്ക് ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നാരദൻ ആ കൊച്ചിന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ധ്രുവൻ കഠിനമായ തപസ് ആരംഭിച്ചു. ആകർണ്യ സോഭിഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില 5 വർഷഃ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. പതിനേഴാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമന ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില 5 മാസാൻ. വിഷണ്ണഹൃദയേ താതേ നഗരീം ഗതേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലഃ ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന കഠോരതപസ 5 മാസാൻ നിന്നേ കില. താതനായ ഉത്താനപാദൻ വിഷണ്ണ ഹൃദയനായിരിക്കെ നഗരത്തിലെത്തിയ നാരദ മഹർഷിയാൽ ആശ്വസിപ്പിക്കപ്പെട്ട ചിത്തവൃത്തിയോട് കൂടിയവനായി ബാലനായ ധ്രുവൻ നിന്തിരുവടിയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ക്രമമായി വർദ്ധിക്കുന്ന കഠോര തപസ്സുകൊണ്ട് 5 മാസം കഴിച്ചു അത്രേ. 5 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ നഗരം വിട്ടുപോയത് അറിഞ്ഞ ഉത്താനപാദൻ ദുഃഖിതനായിത്തീർന്നു. മകനെ സ്നേഹമില്ലാത്ത പിതാവല്ല അദ്ദേഹം. സുരുചിയുടെ ക്രൂരമായ വാക്കുകൾ നിസ്സഹായതയോടെ കേട്ടിരുന്നു. ചിലപ്പോൾ ഇതും ഭഗവാന്റെ പ്രേരണ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. ധ്രുവനെ കണ്ടതും ശ്രീനാരായണനെ തപസ് ചെയ്യാൻ ഉപദേശിച്ചതുമെല്ലാം അദ്ദേഹം രാജാവിനെ അറിയിച്ചു. രാജാവോ രാജഭൃത്യരോ തേടി ചെല്ലരുതെന്നും മകന് നന്മ മാത്രമേ വരികയുള്ളൂ എന്നും ശ്രീ നാരദൻ പറഞ്ഞു. ബാലനായ ധ്രുവൻ നിന്തിരുവടിയിൽ അർപ്പിതമായ മനസ്സോടുകൂടി
കഠോരമായ തപസ്സുകൊണ്ട് 5 മാസം ഭഗവാനെ തപസ് ചെയ്തു. ധ്രുവന്റെ കഠിനമായ ഈ തപസ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ തീവ്രമായ സാധനയായിരുന്നു ധ്രുവൻ്റേത്. ആദ്യ മാസത്തിൽ 3 രാത്രി കഴിയുമ്പോൾ കാട്ടിൽ കിട്ടുന്ന കായ്കനികൾ കഴിച്ചു, ആഹാരമാക്കി. 2-ാം മാസത്തിൽ 6 ദിവസത്തിലൊരിക്കലായി ഭക്ഷണം, അതും ഉണങ്ങിയ ഇലകളും പുല്ലുകളും മാത്രം. 3-ാം മാസത്തിലാണെങ്കിലോ 9 ദിവസത്തിലൊരിക്കൽ ജലം മാത്രം കഴിച്ചു. 4-ാം മാസം 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ഭക്ഷിച്ച് ശ്വാസമടക്കി തപസ് ചെയ്തു. 5-ാം മാസത്തിലാണ് ഏറ്റവും കഠിനം. ശ്വാസം ഉള്ളിലടക്കി നിർജീവമായ മരക്കുറ്റി പോലെ ഇളകാതെ ബ്രഹ്മനിഷ്ഠനായി സമാധിസ്ഥനായി അങ്കുഷ്ടം മാത്രം നിലത്തൂന്നി തപസ് ചെയ്തു. ശ്വാസം ഉള്ളിലടക്കി പിടിച്ച ധ്രുവന്റെ ഭാരം താങ്ങാനാകാതെ ഭൂമിദേവി പരവശയായി എന്ന് പറയുന്നു. ധ്രുവൻ പ്രാണനിരോധം ചെയ്തപ്പോൾ ചരാചരങ്ങളായ എല്ലാറ്റിനും പ്രാണനിരോധം ഉണ്ടായി. ആർക്കും ശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്വാസം മുഴുവനും ധ്രുവൻ ഉള്ളിലടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ 5 മാസം വളരെ തീവ്രമായ തപസ്സാണ് കുട്ടിയായ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ ചെയ്തത്. താദേവിഷണ്ണ ഹൃദയേന ഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർത്തിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസൻ. ശ്ലോകം 6. താവത്തപോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത്കരുണാർദ്രചേതാഃ ത്വദ്രൂപ ചിദ്രസനിലീനമദേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. താവത് ദിഗന്ധേ, അപ്പോൾ എല്ലാ ദിക്കുകളും തപോബല നിരുച്ഛ്വസിതേ സതി, തപോബലത്താൽ നിരുച്ഛ്വസിതമായി തീർന്നപ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ വിഭോ ത്വം ദേവാർത്ഥിത ഉദയത് കരുണാർദ്രചേതാഃ, ദേവന്മാരാൽ അർത്ഥിക്കപ്പെട്ടവനായി അപേക്ഷിക്കപ്പെട്ടവനായി ഉദിതമായ കരുണയാൽ ആർദ്രമായ ചേതസ്സോടുകൂടിയവനായി ഗരുഡാധിരൂഢഃ, ഗരുഡന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ത്വദ്രൂപചിദ്രസ നിലീനമദേഹി, നിന്തിരുവടിയുടെ രൂപമാകുന്ന ചിദ്രസത്തിൽ ലയിച്ച മനസ്സോടുകൂടിയ ധ്രുവന്റെ മുമ്പിൽ ആവിർബഭൂവിധ പ്രത്യക്ഷനായി. 5 മാസം കഠിനമായി തപസ് ചെയ്ത ധ്രുവന്റെ തപോബലം കൊണ്ട് ദിഗന്ധങ്ങൾ മുഴുവനും, ലോകം മുഴുവനും നിരുച്ഛ്വസിതമായി തീർന്നു. പ്രപഞ്ചത്തിലെ വായു നിശ്ചലമായി. ജനങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പ, ദേവന്മാര് അഭ്യർത്ഥിച്ചു, ഇന്ദിരുവടി എന്തെങ്കിലും ചെയ്യണം ഇതിന് പ്രതിവിധി എന്ന് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഭഗവാൻ കരുണാർദ്രമായ തേജസ്സോടുകൂടി നിന്തിരുവടിയുടെ രൂപമാകുന്ന ചിത് രസത്തിൽ മനസ്സു ലയിച്ച, അതായത് അങ്ങയുടെ രൂപത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന
ധ്രുവന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി ആവിർഭവിച്ചു. ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. താവത് തപോബലനിരുച്ഛുസിതേതി ഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത്കരുണാർദ്രചേതാഃ ത്വദ്രൂപചിത്രസനിലീനമതേ പുരസ്താത് ആവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢഃ. 17-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ത്വദ്ദർശന പ്രമദഭാര തരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ട്യൂഷമാണ അവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം, നിന്തിരുവടിയുടെ ദർശനം കൊണ്ടുണ്ടായ പ്രമദഭാരത്താൽ തരംഗിതമായ മനസ്സോടുകൂടിയവനും തേ രൂപരസായനെ, നിന്തിരുവടിയുടെ രൂപമായ രസായനത്തിൽ ദൃഗ്ഭ്യാം നിമഗ്നമിവ, 2 കണ്ണുകൾ കൊണ്ട് മുങ്ങിപ്പോയതുപോലെ ആയവനും ആയ തം ബാലം, ആ ബാലനെ തുഷ്ടൂഷമാണം സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായി അവഗമ്യ അറിഞ്ഞിട്ട് ത്വം കപോലദേശേ, അവിടുന്ന് അവൻ്റെ കവിളത്ത് തഥാ അപ്രകാരം ആദരേണ ആദരവോടുകൂടി ധരേണ ശംഖുകൊണ്ട് സംസ്പൃഷ്ടവാൻ സ്പർശിച്ചു, തലോടി. അതികഠിനമായ തപശ്ചര്യ അനുഷ്ഠിച്ച ബാലന് ഭഗവാനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞപ്പോഴുണ്ടായ ആനന്ദം അളവറ്റതായിരുന്നു. നിന്തിരുവടിയുടെ രൂപമായ രസായനത്തിൽ 2 കണ്ണുകൾ കൊണ്ട് മുങ്ങിപ്പോയതുപോലെ ആയവനും നിന്തിരുവടിയുടെ ദർശനം മൂലമുണ്ടായ ആനന്ദഭാരത്താൽ തരംഗിതമായ ഹൃദയത്തോടു കൂടിയവനും ആയ ധ്രുവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കുട്ടി ഭഗവാനെ കണ്ട് ആശ്ചര്യത്തോടു കൂടി ഇരിക്കുകയാണ്. ഭഗവാനെ സ്തുതിക്കണമെന്നുണ്ട്, പക്ഷെ വാക്കുകൾ അവന് കിട്ടുന്നില്ല. ബാലനായതിനാലും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ മുഗ്ധനായി പോയതുകൊണ്ടും അവന് എന്താണ് പറഞ്ഞ് സ്തുതിക്കേണ്ടതെന്ന് ഒന്നും അപ്പോൾ തോന്നിയില്ല. വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ഉള്ള ആ ബാലനെ ഇപ്രകാരം ക്ലേശിക്കുന്നതായി കണ്ട് കരുണാമയനായ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് അവൻ്റെ കവളിൽ വാത്സല്യത്തോടെ തലോടി. എന്താല്ലേ ഒരു വല്ലാത്ത ഒരു ഭാഗ്യമാണ് ധ്രുവന് ലഭിച്ചിരിക്കുന്നത്. നമുക്കും അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിൽ കാണുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് എന്ന് ഒരു ഭക്തനായ ആൾക്ക് തോന്നില്ല. എല്ലാം അവിടുന്ന് ആ രൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുക. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. 8
8-ാമത്തെ ശ്ലോകമാണ് ഇനി. താവത് വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. താവത് വിബോധവിമലം പ്രണുവന്തം ഏനം തദീയഭാവം അവഗമ്യ. വിശിഷ്ടജ്ഞാനം കൊണ്ട് നിർമ്മലനായി സ്തുതിക്കുന്നവനായ ധ്രുവനോട് അവൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ത്വം നിന്ദ്രുവടി, ഹേ ധ്രുവ, ചിരം രാജ്യം സമനുഭൂയ ഭൂയഃ വിനിവൃത്തിഹീനം സർവോത്തരം പദം ഭജസ്വ. ധ്രുവനോട് പറഞ്ഞു, ധ്രുവ, നീ വളരെ കാലം രാജ്യം ഭരിച്ചിട്ട് വീണ്ടും പിന്നീട് തിരിച്ചു വരവില്ലാത്ത എല്ലാറ്റിലും ശ്രേഷ്ഠമായ പദവിയെ പ്രാപിക്കുക, ഭജസ്വ. ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖിന്റെ സ്പർശനം ധ്രുവന്റെ മനസ്സിൽ വിശിഷ്ടമായ ജ്ഞാനാനുഭൂതി ഉളവാക്കി. പരമജ്ഞാനം കൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടി ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ ധ്രുവനെ ഇങ്ങനെ അനുഗ്രഹിച്ചു. അല്ലയോ ധ്രുവ, നീ വളരെ കാലം രാജ്യം അനുഭവിച്ചിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വരവില്ലാത്തതും സർവോത്തരവുമായ പദവിയെ പ്രാപിക്കുക. അതായത് കൽപ്പകാലം വരെ തേജോരൂപിയായ ധ്രുവ നക്ഷത്രമായി പ്രകാശിച്ചിരുന്ന് പിന്നീട് മോക്ഷം പ്രാപിക്കുക. ഇതാണ് ഭഗവാൻ ധ്രുവന് കൊടുത്ത വരം. അല്ലേ? ധ്രുവ നക്ഷത്രം ഇന്നും നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട്. ഒരു കൽപ്പം കഴിയുന്നത് വരെ അതവിടെ ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞ് ധ്രുവന് മോക്ഷം ലഭിക്കും. താവത് വിബോധവിമലം പ്രണുവന്തമേനമാഭാഷത ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന്. ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോ സാവാനന്ദിതാഖില ജനോ നഗരീമുപേതഃ രേമേ ചിരം ഭവദനുഗ്രഹപൂർണ കാമസ്താദേ ഗതേ ച വനമാധൃതരാജ്യഭാരഃ. ഇതി ഊജുഷി ത്വയി ഗതേ സതി. ഇങ്ങനെ അനുഗ്രഹിച്ച് അവിടുന്ന് പോയപ്പോൾ അസൗ നൃപനന്ദനഃ, ആ രാജകുമാരൻ ധ്രുവൻ, ആനന്ദിതാഖിലജനഃ, ആനന്ദിതരായ സമസ്ത ജനങ്ങളോടും കൂടിയവനായി, നഗരീം ഉപേതഃ, നഗരത്തെ പ്രാപിച്ചവനായി, താതേ വനംഗതേ ആദൃത രാജ്യഭാരഃ പൂർണ്ണകാമഃ ചിരം രേമേ. തൻ്റെ താതൻ വനത്തിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയ സമയത്ത് ധ്രുവൻ രാജ്യഭാരം ഏറ്റെടുക്കുകയും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി നേടിയവനായി വളരെ കാലം കഴിഞ്ഞു, രമിച്ചു കഴിഞ്ഞു. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം
ധ്രുവപദം വിനിവർത്തിഹീനം എന്നാണ് ഭഗവാൻ വരം നൽകിയിരിക്കുന്നത് ധ്രുവന്. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. ധ്രുവനാണെങ്കിൽ സന്തോഷത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങി. മകൻ മടങ്ങി വന്നതറിഞ്ഞ ഉത്താനപാദ മഹാരാജാവ് പത്നിമാരോടും ആനന്ദിതരായ സമസ്ത ജനങ്ങളോടും കൂടി ധ്രുവനെ സ്വീകരിച്ചു. ഘോഷയാത്രയായ ധ്രുവനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. കുറേ കാലം ഉത്താനപാദൻ ഭാര്യമാരോടും പുത്രന്മാരോടും കൂടി രാജ്യം ഭരിച്ചു. പിന്നീട് എന്ത് ചെയ്തു? വാനപ്രസ്ഥം സ്വീകരിച്ചു. അപ്പോൾ ധ്രുവൻ രാജ്യഭാരം ഏറ്റെടുത്തു. അവിടുത്തെ അനുഗ്രഹത്താൽ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി നേടിയവനായി വളരെ കാലം സുഖമായി കഴിഞ്ഞു. ഇത്യൂജുഷിത്വൈകദേ നൃപനന്ദനോ സൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതഃ രേമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമസ്താദേഗതേ ച വനമാതൃതരാജ്യഭാരഃ. ഇന്ന് 10ാമത്തെ ശ്ലോകമാണ്. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സ യുദ്ധനിരതോ വിരതോ മനോക്ത്യ ശാന്ത്യ പ്രസന്നഹൃദയാത്ഥനദാദുപേതാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോത് മഹാത്മാ. ധ്രുവന്റെ രാജ്യഭരണത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു. ഒരിക്കൽ ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിനായി കാട്ടിൽ പോയി. അവിടെ വെച്ച് ഒരു യക്ഷൻ ഉത്തമനെ വധിച്ചു. സഹോദരനെ യക്ഷൻ വധിച്ചതറിഞ്ഞ് ക്രുദ്ധനായ ധ്രുവൻ യക്ഷപുരി ആക്രമിച്ചു. യുദ്ധത്തിൽ അനേകം യക്ഷന്മാരെ ധ്രുവൻ വധിച്ചു. വിഷ്ണുഭക്തനായ ധ്രുവനെ തടയാൻ ആർക്കും കഴിയില്ല, യക്ഷന്മാർക്ക് കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ സ്വയംഭുവ മനു അവിടെ എത്തി. ഉപദേശം കൊണ്ട് ധ്രുവന്റെ കോപം ശമിപ്പിച്ചു. പിതാമഹനാണ് സ്വയംഭുവ മനു, അല്ലെ? മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദൻ. ഉത്താനപാദൻ്റെ പുത്രനാണ് ധ്രുവൻ. അപ്പോൾ മുത്തശ്ശൻ വന്ന് പറഞ്ഞു, വളരെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ധ്രുവന്റെ കോപം ശമിച്ചു. പിതാമഹന്റെ നിർദ്ദേശമനുസരിച്ച് ധ്രുവൻ യുദ്ധം നടത്തി. പ്രസന്നഹൃദയനായ ധ്രുവന്റെ മുമ്പിൽ യക്ഷരാജാവായ കുബേരൻ വന്നെത്തി. ആവശ്യമുള്ള വരം ആവശ്യപ്പെടാൻ പറഞ്ഞു. സുദൃഢമായ വിഷ്ണുഭക്തി ഉണ്ടാവാനുള്ള അനുഗ്രഹം മാത്രം മതി എനിക്ക് എന്ന് ധ്രുവൻ വരമായി അപേക്ഷിച്ചു. അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ വേണ്ട. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ യുദ്ധനിരതോ വിരതോ മനോക്ത്യ ശാന്ത്യ പ്രസന്നഹൃദയാ ധനദാദുപേതാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോത് മഹാത്മാ. പതിനേഴാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം, 11ാമത്തെ ശ്ലോകം. ഇതിൽ 11 ശ്ലോകങ്ങളുണ്ട്. അന്തേ ഭവത്പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമസ്തേ ഏവം സ്വഭൃത്യജനപാലന ലോലധീസ്ത്വം ബാധാലയാധിപ നിരുന്ധി
മമാമയൗകാൻ. അന്തേ ഒടുവിൽ അയം ഈ ധ്രുവൻ മാത്രാസമം ഭവത് പുരുഷനീത വിമാനയാന അമ്മയോടൊപ്പം ഭവത് പുരുഷനീത വിമാനയാന നിന്തിരുവടിയുടെ പുരുഷന്മാർ അല്ലേ വിഷ്ണു പാർഷദന്മാർ വന്ന് വിമാനത്തിൽ അദ്ദേഹത്തെ ധ്രുവപദത്തിലെത്തിച്ചു. ധ്രുവപദേ മുദിത ആസ്തേ. അവിടെ വളരെ സന്തോഷത്തോടു കൂടിയവനായി ധ്രുവപദത്തിൽ ആസ്ഥിതനായി. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്നാണ് ഭട്ടതിരി അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധ്രുവന്റെ രാജ്യഭാരം 36,000 വർഷക്കാലം ഉണ്ടായിരുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ആ കാലത്ത് ജനങ്ങൾ ആനന്ദം അനുഭവിക്കുന്ന കാലമായിരുന്നു. ഭഗവത് ഭക്തിയും ധർമ്മനിഷ്ഠയും ദീനരിൽ കാരുണ്യവുമുള്ള ധ്രുവനെ ജനങ്ങൾ സ്വന്തം പിതാവായി കരുതി. കാലാന്തരത്തിൽ രാജ്യഭാരം മകനെ ഏൽപ്പിച്ച് ധ്രുവൻ ബദരികാശ്രമത്തിലെത്തി അഷ്ടാംഗയോഗം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി സമാധിസ്ഥനായി കഴിഞ്ഞു. അങ്ങനെയിരിക്കെ വിഷ്ണു പാർഷദന്മാരായ സുനന്ദനും നന്ദനും നയിക്കുന്ന പ്രകാശമാനമായ വിമാനം ഒരു ദിവസം ധ്രുവന്റെ മുമ്പിലെത്തി. അതിൽ കയറാൻ തുടങ്ങവേ ധ്രുവന്റെ ശരീരം തേജോമയമായ കനകവർണ്ണമായി തീർന്നു എന്ന് പറയപ്പെടുന്നു. ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങിക്കൊണ്ട് ധ്രുവൻ അമ്മയോടൊപ്പം, അമ്മ സുനീതിയോടൊപ്പം എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്തുള്ള വിഷ്ണുപദത്തിലെത്തി. അവിടെ സ്വയം പ്രകാശമാനമായ ധ്രുവപദത്തിൽ ആസനസ്ഥനായി ഇപ്പോഴും ഇപ്പോഴും പ്രപഞ്ച ദീപമായി പ്രകാശിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നതിൽ തൽപരനായ നിന്തിരുവടി എൻ്റെ സകല രോഗങ്ങളെയും നശിപ്പിച്ച് എന്നെ രോഗമുക്തനാക്കി തീർക്കണമേ എന്ന് ഭട്ടതിരി എല്ലാ ദശകങ്ങളുടെയും അവസാന ശ്ലോകത്തിൽ ആ ഒരു വാചകം പറയാറുണ്ട് അല്ലേ. ഇത്രയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഈ ധ്രുവൻ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എല്ലാ അനുഗ്രഹങ്ങളും നേടി അവസാനം പ്രപഞ്ചം ഉള്ളിടത്തോളം ധ്രുവ നക്ഷത്രമായി പ്രകാശിക്കാനുള്ള അനുഗ്രഹവും കിട്ടി. അങ്ങനെയുള്ള ഭഗവാൻ, അതായത് ഭക്തന്മാർക്ക് എന്തും വാരിക്കോരി കൊടുക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളെ അകറ്റി ഞങ്ങൾക്കും സന്തോഷം തരയണമേ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലന ലോലധീസ്ത്വം വദാലയാധിപ നിരുന്ധി മമാമയൗകാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ.